ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള കേരള സ്റ്റൈൽ വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കാം. ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം കുറച്ച് ഉള്ളിയും അതുപോലെ മുന്തിരിയും കാഷ്നട്ടും കൂടെ വറുത്ത് കോരുകയാണ്. അപ്പോൾ നമുക്ക് ആ സെയിം പാത്രത്തിൽ ആ സെയിം എണ്ണയിൽ തന്നെ ബിരിയാണിക്കുള്ള മസാലയും തയ്യാറാക്കാൻ പറ്റും. വേറൊരു പാത്രം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, എണ്ണയൊക്കെ എക്സ്ട്രാ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിവിടെ ഒരു ഉള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് കാഷ്നട്ട് കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇത്രയും റൈസിൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വറുത്ത് കോരാം. അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. രണ്ടും കൂടെ മിക്സായിട്ട് ഉപയോഗിക്കുന്നത്. തണുപ്പായതുകൊണ്ട് കട്ട പിടിച്ചിരിക്കുകയാണ്. ആദ്യം ഞാൻ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുകയാണ്. കാഷ്നട്ട് വറുത്ത് എടുക്കാം. സെയിം എണ്ണയിലേക്ക് ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മൾ ഈ എണ്ണയിലോട്ട് തന്നെ നമുക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ മസാല തയ്യാറാക്കാൻ പോവാം. അപ്പോൾ എന്തൊക്കെ വെജിറ്റബിൾസാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഈ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് റെഡ് ക്യാരറ്റ് ആട്ടോ. അങ്ങനത്തെ റെഡ് ക്യാരറ്റ് നല്ല വലിപ്പം ഉണ്ടാവും. അപ്പോൾ ഇത്രയും നീളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഹാഫാണ് ഞാൻ എടുത്തേക്കുന്നത്, ഒരെണ്ണത്തിൻ്റെ പകുതി. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് ഇങ്ങനെ ഇച്ചിരി നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ക്യാരറ്റും അതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ ഒരേ സൈസിലാട്ടോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബീൻസ് എടുത്തിട്ടുണ്ട്. ബീൻസ് ഞാനൊരു 10-12 എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ തക്കാളി 2 എണ്ണം നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയതാണ് കേട്ടോ, വലുതാണെങ്കിൽ ഒരു തക്കാളിയൊക്കെ മതിയാവും. പിന്നെ ഞാൻ കുറച്ച് ഫ്രഷ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. പൊളിച്ചെടുത്തതാട്ടോ, ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ്. അതൊരു 1/2 കപ്പോളം ഉണ്ട്. പിന്നെ കുറച്ച് മല്ലിയില പുതിനയില എടുത്തു വെച്ചിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള ഇലകളാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ അരച്ച പേസ്റ്റാണ്. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഇത്രയും നീളമുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ്, ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. അതുപോലെ ഒരു കുടം വെളുത്തുള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളകാണ്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഒരുമിച്ചാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബിരിയാണി മസാല തയ്യാറാക്കാൻ വേണ്ടത്. പിന്നെ നമുക്ക് ഇനി മസാല തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ ചൂടായിരിക്കുന്ന എണ്ണയിലോട്ട് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ അരച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെയുള്ള പേസ്റ്റാണ് കേട്ടോ. ആദ്യം ഈ പേസ്റ്റ് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഉള്ളിയൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ട് എണ്ണ കിടന്ന് ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോഴേക്കും നല്ലൊരു മണം വരും. അത് തന്നെയാണ് നമ്മുടെ ബിരിയാണിയുടെ ഏറ്റവും നല്ല ഫ്ലേവർ കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മൂടി വെക്കാം. ഇപ്പം ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് വെജിറ്റബിൾസ് കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ആദ്യം നമുക്ക് ബീൻസ് ചേർക്കാം. ബീൻസ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. നമ്മളിനി തക്കാളി ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അതുപോലെ നമുക്കിനി ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്. നമ്മുടെ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കണം. അപ്പം ഗ്രീൻ പീസ് കൂടെ ചേർത്ത് കൊടുക്കാം.
തക്കാളി ഇപ്പോൾ ചേർക്കുവാണെങ്കിൽ ഈ വെജിറ്റബിൾസ് ഒന്നും പെട്ടെന്ന് വേഗത്തില്ല, ആ ഒരു പുളിരസം ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വെന്ത ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. തക്കാളി പെട്ടെന്ന് വഴണ്ടു വന്നോളും. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ കുറച്ച് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. കാരണം ഈ നമുക്ക് ഉരുളക്കിഴങ്ങും ബീൻസൊക്കെ ജസ്റ്റ് ഒന്ന് വേകാനുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അവിടെ വെജിറ്റബിൾസ് ഒക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരിയുടെ ചോറ് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് ഇന്ന് ഉപയോഗിക്കുന്നത് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജീര റൈസാണ്. നല്ല മണമുള്ള റൈസാണ്. അപ്പോൾ അരി നന്നായിട്ട് കഴുകി വാരിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ കുതിരാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ റൈസ് വേകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിൻ്റെ അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ അത്രയും തന്നെ, ഇപ്പം ഞാൻ 2 ഗ്ലാസ് അരി എടുത്തേക്കുന്നത്. അതുകൊണ്ട് 3 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കുതിരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കാൻ പോവാം. ഇത് നമ്മൾ നേരെ കുക്കറിലോട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് സമയം കുതിരേണ്ട ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ ഒന്ന് കഴുകി വാരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട ശേഷം നമ്മൾ ആ വെജിറ്റബിൾസ് വേകുന്ന വരെ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ കുക്കർ അടുപ്പ് വെക്കുന്നത്. അത്രയും ഒരു സമയമൊക്കെ മതി. അന്നത്തിന് 1/2 മണിക്കൂർ അത്രയൊക്കെ മതി, കുതിർന്നാൽ മതി. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. വെജിറ്റബിൾസ് ഒക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഉണ്ടോ, ഒരുവിധം വെന്തിട്ടുണ്ട്. കുറച്ചും കൂടെ വേകാനുണ്ട്. ജസ്റ്റ് ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ മാത്രം വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ടല്ലോ. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വയ്ക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. മസാലയുടെ കൂടെ ജോയിനായി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നല്ല ഫ്രഷായിട്ട് പൊടിച്ചെടുത്തിരിക്കുന്ന ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല. ഇതിലേതെങ്കിലും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ്, ഫൈനലായിട്ടാണ് ഞാൻ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ നല്ല കറക്റ്റായിട്ടാണുള്ളത്. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതാണ് തൈര്. ഉണ്ടോ, ഒരു 2 ടേബിൾ സ്പൂൺ കട്ട തൈര് നമുക്ക് ഫൈനലായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. ഗരം മസാലയുടെ ഒരു ചെറിയ എരിവുണ്ടാവും. പിന്നെ പച്ചമുളക് അരച്ച് ചേർത്തതിൻ്റെ ഒരു എരിവാണ് ഉണ്ടാവുള്ളൂ.
തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒത്തിരി നേരം വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മസാല നമുക്ക് വാങ്ങി വെച്ചിട്ട് ഉടനെ തന്നെ നമുക്ക് റൈസ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കർ അടുപ്പിലോട്ട് വയ്ക്കാം. ഇപ്പോൾ കുക്കർ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഓൾറെഡി ഞാൻ മസാലയ്ക്കകത്തോട്ട് നമ്മുടെ കാഷ്നട്ടൊക്കെ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പേ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ആവുമല്ലോ ടോട്ടൽ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. ബാക്കി നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണയും നെയ്യും കൂടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഗരം മസാല ഇട്ട് കൊടുക്കാൻ പോവാണ്. ഒരു 5 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്, 2 ബിരിയാണി ഇല എടുത്തിട്ടുണ്ട്, അതായത് 5 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ജാതിപത്രി എടുത്തിട്ടുണ്ട്. ശരിക്കും പട്ട എൻ്റെ കയ്യിലില്ല, തീർന്നു പോയി, അല്ലെങ്കിൽ അതും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതെല്ലാം കൂടെ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് അങ്ങനെ നമ്മുടെ റൈസും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അരി വെന്ത് വരുമ്പം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് 1 വിസിലിന് വേവിക്കാം. 1 വിസിൽ വന്ന ഉടനെ നമുക്ക് ഓഫ് ചെയ്യണം. ഇപ്പോൾ 1 വിസിൽ വന്ന് കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കുഴഞ്ഞിട്ടില്ല, പക്ഷേ ചോറ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മസാല തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഇട്ടിട്ട് നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, കാഷ്നട്ട്, മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഓൾറെഡി സിമ്മിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം വെയിറ്റ് ചെയ്താൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് ആവിയൊക്കെ കയറി മുകളിൽ ആവിയൊക്കെ വന്നോളും. അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. കുറച്ച് നേരമായി നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കാം. നല്ല ബിരിയാണിയുടെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ദമ്മൊക്കെ ആയിട്ട് മുകളിലേക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട്. മസാലയുടെ ഫ്ലേവറൊക്കെ റൈസിലേക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിത് സെർവ് ചെയ്യാം. ഞാൻ ഒരു മരത്തിൻ്റെ ചട്ടുകം കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഈ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട്
വേറെ പിന്നെ എന്താ പറയുക സ്റ്റീലിൻ്റെ സ്പൂണൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ പാത്രം ഇങ്ങനെ പോറിപ്പോവും. അതുകൊണ്ടാണ് ചട്ടുകം വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിയിലാണ് മസാലയൊക്കെ ഉള്ളത്, അപ്പോൾ അത് ജസ്റ്റ് റൈസിലേക്കും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല എല്ലായിടത്തേക്കും മിക്സ് ആയിട്ടുണ്ട്. റൈസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ മസാല എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.